Alhamdulillah, Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala alihi wa sahbihi ajma'in. Rabbi zidni ilman nafi'an wa amalan mutaqabbala, rizqan halalan tayyiban quluban khashu'a. Allahu akbar kabira walhamdulillahi kaseera wa subhanallahi bukratan wa asila. Allahumma la sahla illa ma ja'altahu sahla wa anta taj'alul hasana idha shi'ta sahla. Assalamu alaikum warahmatullahi wabarakatuhu, my beloved sisters. എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, ഇന്ന് നമ്മളൊരു മിറാക്കിൾ ദുആയെ കുറിച്ചാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ടുഡേ ഐ ആം ഇൻട്രൊഡ്യൂസിങ് യു ടു എ മിറാക്കിൾ പ്രയർ. അതായത് നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല അല്ലെ അള്ളാഹിന്റെ അടുത്തേക്ക് എത്തുമോ എന്നുള്ള അല്ലെ. പക്ഷെ ഇത് 30ഓളം മലക്കുകൾ അള്ളാഹുവിന്റെ അടുത്തേക്ക് എത്തിക്കുന്ന ഒരു അപൂർവ ദുആയാണ്. ഇത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നല്ല, ഒരു സഹാബിയിലൂടെയാണ് നമുക്ക് ഈ വിവരം ലഭിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അത് ഏതെന്ന് നോക്കാം. അതായത് മിറാക്കിൾ എന്ന് പറയാൻ അല്ലെ, അറബികളുടെ ഭാഷയിൽ അജബൻ അജബാന്ന് വേണം പറയാൻ. ഒരു ദുആ ചെയ്തപ്പോ, ഒരു സഹാബി നമസ്കാരത്തിൽ ഒരു ദുആ ചെയ്തപ്പോ അത് അള്ളാഹുവിലേക്ക് എത്തിക്കുവാൻ വേണ്ടി 30ഓളം മലക്കുകൾ മത്സരിച്ചോടുന്നതായി കണ്ടു എന്ന് വേണം പറയാൻ അല്ലെ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വല്ലാത്തൊരു അത്ഭുതം തന്നെ. അത്തരത്തിലുള്ള ഒരു മഹത്തായ ഗ്രേറ്റ് ദുആയാണ് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് നാം എല്ലാം തന്നെ ഡേ ടു ഡേ ലൈഫിൽ എത്ര ദുആകൾ ചെല്ലുന്നു അല്ലെ. എന്നാൽ അള്ളാഹു അത് കേൾക്കുന്നുണ്ടോ, അള്ളാഹുവിലേക്ക് അത് എത്തിയിട്ടുണ്ടോ ഒന്നും അല്ലെ അല്ല നമുക്കറിയുന്നില്ല. എന്നാൽ അള്ളാഹുവിന്റെ തിരുസന്നിധിയിൽ എത്തുമെന്ന് നമുക്ക് വി ഹാവ് നോ ഡൗട്ട് അറ്റോ അല്ലെ, സംശയമില്ലാണ്ട് തിരുസന്നിധിയിൽ എത്തുന്ന ഒരു ദുആയാണ് ഇത്. അതായത് നമ്മൾ പഠിച്ചത് മലക്കുകൾ എത്തിച്ചു കൊടുക്കും അല്ലെ. എന്നാൽ ഇവിടെ പറയുന്നത് കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. അൽഹംദുലില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദുആ അള്ളാഹുവിനടുത്ത് എത്തിക്കുവാൻ വേണ്ടി 30ഓളം മലക്കുകൾ മത്സരിക്കുമത്ര. അജബൻ അജബാ, മലക്കുകൾ മലക്കുകൾ, അതായത് മക്കാർ പോലും അത്ഭുതം കൂറുന്ന ഒരു കാര്യമാണിത്. നമുക്ക് ആ ദുആ ഏതാണെന്ന് നോക്കാം ഇൻഷാ അല്ലാഹ്. കുട്ടികൾക്ക് നമ്മള് ഒരു സെക്കൻഡ്, കുട്ടികൾക്ക് നമ്മളൊക്കെ മിഠായികളൊക്കെ കാണിച്ചു കൊടുത്താൽ അവരില്ലേ ഇങ്ങനെ ഓടി വരുമല്ലോ. അതുപോലെ ഈ ഒരു ദുആ കണ്ടാല് പിന്നെ കേട്ടാല് മലക്കുകൾ ഇങ്ങനെ ആകാശ ലോകത്ത് അള്ളാഹുവിന്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഓടും എന്നാ പറയുന്നത്. അപ്പൊ റിഫായി ഇബ്നു അബ്ദുൽ റാഹി അൽ ബുഖാരി റഹിമഹുല്ല പറയുന്നു, കുന്നാ യൗമൻ തുസല്ലി വറാ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറകിൽ നിന്നുകൊണ്ട് നമസ്കരിക്കുകയായിരുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റുകൂഇൽ നിന്ന് തല ഉയർത്തിയപ്പോൾ ഫഖാല സമിഅ അല്ലാഹു ലിമൻ ഹമിദ, സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞപ്പോൾ റുക്കിൽ, അങ്ങനെ അവൻ ആരാണോ സ്തുതിച്ചത്, അതായത് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാല് അള്ളാഹുവിനെ ആരാണോ സ്തുതിച്ചത് അവന് സ്തുതി അല്ലെ. ഖാല റജുലും വറാഉഹു, അതിന് പിന്നിൽ ഒരു പുരുഷൻ ഉണ്ടായിരുന്നു, ഒരു ആള് നിസ്കരിക്കുകയായിരുന്നു. റിഫാഉ ഇബ്നു റാഫി അസ്സുറാഖി അല്ലെ, ആ മനുഷ്യൻ അതിന്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കുകയായിരുന്നു. റബ്ബന വലക്കൽ ഹംദ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ എന്ന് പറഞ്ഞു അയാൾ അല്ലെ. നമ്മള് റബ്ബന ലക്കൽ ഹംദ് മിൽ അസ്സമാവാതി പറയുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞു റബ്ബന വലക്കൽ ഹംദ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. ആ പരിശുദ്ധമായ, അതായത് അതുവരെ ആരും കേട്ടിട്ടില്ലാത്ത ഒരു ദിക്ർ അല്ലെ, ലോകമാന്യതയില്ലാണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ചൊല്ലിയിട്ടുള്ള ഒരു ദിക്ർ. എണ്ണമറ്റ അനുഗ്രഹത്തിൽ നിന്ന് അള്ളാഹുവിന് സൗകര്യങ്ങൾക്ക് നന്ദി പറയുന്ന ഒരു മഹത്തായ ദിക്ർ. അതായത് ഇന്നർ ഫീലിങ്സ്, ഹൃദയത്തിന്റെ ഭാഷയിൽ, ഹൃദയത്തിൽ നിന്ന് ബ്രെയിനിലെത്തി, ബ്രെയിനിൽ നിന്ന് വായിലെത്തിയിട്ട് പറഞ്ഞിട്ടുള്ള അത്രക്കൊരു എന്താ പറയണ്ടേ, നല്ല മനസ്സറിഞ്ഞിട്ട് പറയുന്ന ഒരു ദുആയാണ് അല്ലെ, ഒരു ദിക്റാണ് അത്. അങ്ങനെ ഈ ദിക്ർ കേട്ടു.
പിന്നെ വേർഡ്സ് ആയി കൺവേർട്ട് ചെയ്തു. അതായത് ഔട്ട്പുട്ടായിട്ട് അദ്ദേഹത്തിന് മനസ്സിൽ ഭയങ്കര തക്കുവ ഉണ്ടായിരുന്നു. അള്ളാഹുവിനെ സ്തുതിക്കുന്ന അത് ബ്രെയിനിലെത്തി, ബ്രെയിനിൽ നിന്ന് അദ്ദേഹത്തിന്റെ വായിലൂടെ, ഹൃദയത്തിലൂടെ, വായിലൂടെ, വാക്കിലൂടെ ഒഴുകി വന്ന ഒരു ദുആയാണ് ഇത്. ഇതിന്റെ ഔട്ട്പുട്ടാണിത് അല്ലെ, പുറത്തേക്ക് വരുന്നു. അങ്ങനെ ഇതൊരു സ്തുതി വചനവും കൂടിയാണ്, ഒരു മഹത്തായ സ്തുതി വചനമാണ്. റബ്ബന വലക്കൽ ഹംദ് ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ എന്നുള്ള. അപ്പൊ അതൊരു റിയാവോ പുളൂസോ ലോകമാന്യതയൊന്നും ഇല്ലാണ്ട് അദ്ദേഹം പറഞ്ഞതാണ് അല്ലെ. അപ്പൊ പ്രതീക്ഷിച്ചുകൊണ്ട് സെമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് ചൊല്ലിയ ശേഷം ഈ വചനങ്ങൾ ചൊല്ലിയപ്പോൾ മുബാറക്കൻ കതുറത്ത് അല്ലെ, അതായത് ഇതിന്റെ ഫലമായിട്ട് ധാരാളം കസുറത്ത് ഹംദൻ, ധാരാളമായിട്ട് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഒരു വചനമായിരുന്നു. ധാരാളമായി ഇഹപര നേട്ടങ്ങൾ കൊയ്യുന്ന ഒരു വചനമായിരുന്നു അല്ലെ. അങ്ങനെ അഫ്ളലു ദുആ അൽഹംദുലില്ലാഹ്, ഏറ്റവും നല്ല ദുആകളിൽ വെച്ച് ഏറ്റവും നല്ല ദുആ പിന്നെ അൽഹംദുലില്ലാഹ് ആണ്. അതായത് സൽത്തലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് അല്ലെ. അപ്പൊ എഴുത്തിദാലിൽ ചെല്ലുന്ന ഈ ഒരു ദുആ അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം വീട്ടി കഴിഞ്ഞപ്പോ ചോദിച്ചു, മനിൽ മുത്തക്കല്ലിം, ഇത് ആരാണ് പറഞ്ഞത്? അപ്പം അങ്ങനെ ചോദിച്ചു. അതൊരു പുതിയ ദിക്റാണല്ലോ, പുതിയൊരു ദുആണല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുവരെ ചൊല്ലിയിട്ടില്ലാത്ത ഒരു ദിക്റായിരുന്നു. ഒറ്റ മിനിറ്റ്, ഒരു സെക്കൻഡ്. അപ്പൊ മനിൽ മുത്തക്കല്ലി, ഇത് ആരാ പറഞ്ഞ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അന യാ റസൂലുള്ളാഹ്, ഞാനാണിത് പറഞ്ഞത് പറഞ്ഞു അല്ലെ. കാന റഅയ്തു ബിദഅത സലാസീന മലക്കൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു 30ഓളം മലക്കുകൾ, 30-ലധികം മലക്കുകളെ കാണുകയുണ്ടായി. ഇത്തരം ഒരു ദുആ അള്ളാഹുവിലേക്ക് എഴുതി വെക്കാനായിട്ട് ആര് എഴുതും എന്നും പറഞ്ഞ് മലക്കുകൾ ഉയരുന്നില്ലേ. സുബ്ഹാനല്ലാഹ്, ഭയങ്കര ഒരു അതിശയുള്ള ദുആ തന്നെ. നിങ്ങൾ ആരോ ചെല്ലാറുണ്ടോ? ചെല്ലുന്നവർ വേണമെങ്കിൽ ഒന്ന് പിന്നെ ഹാൻഡ്സപ്പ് ചെയ്തോളി അല്ലെ. ഇത്രയും മഹത്തായ ഒരു ദുആ ചെല്ലുന്നതിന് വേണ്ടിയിട്ട് എത്രത്തോളം മലക്കുകളാണ് അവിടെ ഹാജരായിട്ടുള്ളത് എന്ന് വേണം നോക്കുക അല്ലെ. അത് മത്സരിച്ചിട്ട് ഓടുകയാണ്, ഞാൻ കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് അല്ലെ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞപ്പോൾ അപ്പൊ അയ്യുക്കും എക്സ്തുബുഹ, അതായത് ആദ്യം ആരാണ് എഴുതുന്നത് എന്നും ചോദിച്ചിട്ടാണ് മലക്കുകൾ ഇങ്ങനെ ഓടുന്നത് അല്ലെ. അള്ളാഹു ജല്ല ജലാല് ഭൂമിയിലേക്കുള്ള മനുഷ്യന്മാരെ സൃഷ്ടിക്കാൻ പോയപ്പോ മലക്കുകൾ അള്ളാഹുവിനോട് ഒരു പുച്ഛഭാവത്തിൽ ഒരു ചോദ്യം ഉണ്ട് അല്ലെ. സൂറത്തുൽ ബഖറ പഠിച്ചവർക്കെല്ലാം അത് മനപ്പാടമായ വാക്കുകളാണ്. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. അള്ളാഹു മലക്കുകളോടായി പറഞ്ഞ സന്ദർഭം അല്ലെ. കാലു, ഞാന് ഭൂമിയിലേക്ക് ഒരു വിഭാഗം മനുഷ്യന്മാരെ സൃഷ്ടിക്കുവാൻ പോവുകയാണ് അല്ലെ, ഖലീഫമാരായിട്ട് സൃഷ്ടിക്കാൻ പോവുകയാണ്. അപ്പൊ അവര് ചോദിച്ചു, കാലു അത്തജഅലു ഫിഹാ മൻ യുഫ്സിദു ഫിഹാ വയസ്ഫികു ദിമാ, അല്ലയോ അള്ളാഹുവേ, കലഹവും രക്തം ചൊരിച്ചലും ഒക്കെ ഉണ്ടാക്കുവാനാണോ താങ്കൾ മനുഷ്യന്മാരെ സൃഷ്ടിക്കുന്നത്? വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക, നിങ്ങൾക്ക് അങ്ങനെ ആരാധിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരാധിച്ചോളാം റബ്ബേ, ഞങ്ങൾ അതിന്റെ മട്ടം പോലെ ആരാധിച്ചോളാം. ഈ മനുഷ്യന്മാരെ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം അല്ലേ. പിന്നെ അപ്പൊ അതിന്റെ കൂടെ തെളിച്ച് അപ്പൊ അള്ളാഹു പറയുന്ന മറുപടി എന്തുണ്ട്? കാല ഇന്നി അലമു മാലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം, അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടാൻ വരണ്ടാന്നില്ലേ. ചെറിയ കുട്ടികൾ നമ്മളോടൊക്കെ വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും വിഷയം ഉണ്ടാവുമ്പോ അവരിങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു വരുമ്പോ നമ്മൾ അറിയില്ലേ, എനിക്കറിയും പോലെ ഒന്നല്ല, അതിൽ പല കാര്യമുണ്ട്, അത് എനിക്കറിയാം. അതുപോലെ മലക്കുകളോട് അള്ളാഹു പറയാണ്, കാല ഇന്നി അലമു മാലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത കാര്യം എനിക്കറിയാം. അപ്പൊ അള്ളാഹുവിന് വേറെ ഒരു കഥ ഉണ്ട്. മനുഷ്യന്മാരെ ഇബാദത്ത് ചെയ്യുന്നത് മലക്കുകളെ കാണിക്കാൻ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താന്ന് വെച്ചാല് അതന്നെ പിന്നെ സൃഷ്ടിക്കാൻ നേരത്ത് മലക്കുകൾ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് കൊണ്ട് എന്റെ അടിയാന്മാരില്ലേ,
ആകാശ ലോകത്തു നിന്നുള്ള മലക്കുകളെ അവര് അമലുകൾ ചെയ്യുകയാണെങ്കിൽ മലക്കുകളെക്കാൾ ആകാൻ വരെ മനുഷ്യന്മാർക്ക് ചാൻസ് ഉണ്ട്. കാരണം മനുഷ്യന്മാര് ഒരുപാട് പ്രലോഭനങ്ങളുടെയും പല തരത്തിലുള്ള ഇബിലീസിന്റെ ഷെറുകളിൽ നിന്നൊക്കെയാണ് അവര് അമല് ചെയ്യുന്നില്ലേ. അപ്പൊ അവരെ അമലിന് ഒന്നുകിൽ ഭയങ്കര മഹത്വമുള്ളതായിട്ട് കാണാം അല്ലെ. അപ്പൊ ആദം നബിയുടെ ഗുണങ്ങൾ അള്ളാഹുവിലേക്ക് എത്തിക്കാൻ പിന്നെ മനുഷ്യന്മാരുടെ ദുആ അള്ളാഹുവിലേക്ക് പിന്നെ മലക്കുകൾ ഇങ്ങനെ മത്സരം വെച്ച് ഓടിയിട്ട് ഈ സ്തുതി ദിക്ർ കേൾക്കുമ്പം അള്ളാഹുവിനും അവിടെ ഭയങ്കര ഒരു എന്താ പറയാ ഒരു അഭിമാനാണ് അല്ലെ. ഞാൻ സൃഷ്ടിച്ച മനുഷ്യന്മാര് അപ്പൊ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും ഇങ്ങനെ അള്ളാഹിന്റെ അടുത്തേക്ക് എത്തുമ്പോ അള്ളാഹ്ക്ക് ഇത്ര ഒരു കിബറും അഹങ്കാരവും ഭയങ്കര സന്തോഷവും ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ഈ ഒരു ദുആ എന്ന് വെച്ചാൽ നമ്മള് നമസ്കാരത്തിൽ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാല് റബ്ബനാ വലക്കൽ ഹംദ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീഹിലെ, അതായത് റബ്ബനാ വലക്കൽ ഹംദ് നാഥാ നിനക്ക് തന്നെയാണ് സ്തുതിലെ, നമ്മുടെ രക്ഷിതാവായ അള്ളാഹുവിനെ നിനക്ക് തന്നെയാണ് സ്തുതി, ഹംദൻ കസീറൻ അതായത് ധാരാളം സ്തുതികൾ, ത്വയ്യിബൻ മുബാറക് പരിശുദ്ധമായതും അനുഗ്രഹീതമായതുമായ ഒരുപാട് സ്തുതി വചനങ്ങൾ ഈ ഒരു ദുആ കേൾക്കുമ്പോഴാണ് 30ഓളം മലക്കുകൾ അതും ആ പ്രത്യേക സന്ദർഭത്തിലാണ് കേട്ടോ. പിന്നെ വേറെ പല അവസരങ്ങളിലും ഇതുപോലെ മലക്കുകൾ ദുആയും കൊണ്ട് അള്ളാഹുവിന്റെ തിരുസന്നിധിയിലേക്ക് ആകാശത്തിലേക്ക് കയറി പോകുന്ന ഇതുപോലെ 2-3 ദുആകൾ വേറെയുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ഒന്നിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്.